നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. അക്കിക്കാവ് പന്നിത്തടം ബൈപ്പാസ് റോഡിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം. കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെ 6:30യോടെ ചിറമനേങ്ങാട് പറങ്കിയൻ കാടിന് സമീപമാണ് അപകടം നടന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും വരികയായിരുന്ന എടപ്പാൾ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിടിച്ച് വൈദ്യുതി പോസ്റ്റ് പൂർണ്ണമായും തകർന്നു. കാറിന്റെ മുൻവശവും പൂർണ്ണമായും തകർന്നു. കലോത്സവ വിശേഷം. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ 3ാം ദിനത്തിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. 10 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. വട്ടപ്പാട്ട്, ദഫ്മുട്ട്, അറബനമുട്ട്, കോൽക്കളി, ഒപ്പന, നാടകം, മൂകാഭിനയം, ഭരതനാട്യം എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ. വിവിധ മാപ്പിള കലകൾ അടക്കം കലോത്സവത്തിലെ ജനപ്രിയ ഇനങ്ങൾ അരങ്ങേറുന്ന ഇന്ന് സദസ്സും കാണികളെ കൊണ്ട് നിറഞ്ഞു. രാവിലെ 9:30ഓടെയാണ് മത്സരങ്ങൾക്ക് തുടക്കമായത്. വെള്ളിയാഴ്ചയാണ് കലോത്സവം സമാപിക്കുക. കലോത്സവം 3ാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനത്തും പന്നിത്തടം കോൺകോഡ് സ്കൂൾ 2ാം സ്ഥാനത്തുമാണ്. കലോത്സവ വേദിയിൽ ട്രോഫികൾ പ്രദർശിപ്പിച്ചു. പ്രധാന വേദിയായ എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ട്രോഫികളുടെ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. അധ്യാപക സംഘടനയായ AKSTU ആണ് ട്രോഫി കമ്മിറ്റിയുടെ ചുമതല നിർവഹിക്കുന്നത്. എവർ റോളിംഗ് ട്രോഫിയോടൊപ്പം 2000 വ്യക്തിഗത ട്രോഫികളും തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ മത്സരങ്ങളിലും 1ഉം 2ഉം സ്ഥാനക്കാർക്കും പുതിയ മത്സര ഇനങ്ങൾക്കും ട്രോഫികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് കൺവീനർ സ്വാതി മനോഹർ പറഞ്ഞു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ, കുന്നംകുളം AEO A മൊയ്തീൻ തുടങ്ങിയവർ സന്ദർശിച്ചു. ട്രോഫികളുടെ ഫോട്ടോയെടുക്കുവാനും പവലിയന് മുന്നിൽ നിന്ന് സെൽഫി എടുക്കുവാനും മത്സരാർത്ഥികളും കാണികളും എത്തുന്നുണ്ട്. ട്രോഫി കമ്മിറ്റി അംഗങ്ങളായ CJ ജിജു, CI ജയ്മോൻ, ലിൻഡോ, ചൈതന്യ എന്നിവർ നേതൃത്വം നൽകി. 2025-26 ഉപജില്ലാ കലോത്സവം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ നമ്മൾ ഈ വർഷവും എവർ റോളിംഗ് ട്രോഫികളോടൊപ്പം ഇൻഡിവിജ്വൽ ട്രോഫികൾ 1ഉം 2ഉം സ്ഥാനക്കാർക്കുള്ള ഇൻഡിവിജ്വൽ ട്രോഫികളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മികവുറ്റ മത്സരങ്ങളിലൂടെ മികവ് തെളിയിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് നൽകുവാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ് ട്രോഫി കമ്മിറ്റി ഈ വർഷവും ഇവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. എല്ലാ കുട്ടികൾക്കും ഭാവുകങ്ങൾ. സദസ്സിന് ദൃശ്യവിരുന്നായി മാപ്പിളകലയുടെ ദൃശ്യചാരുത. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയിൽ വട്ടപ്പാട്ട് മത്സരം അരങ്ങേറിയപ്പോൾ മാപ്പിളകലയുടെ ഇശൽ സൗന്ദര്യം കാണികളുടെ മനം കവർന്നു. അല്പം സമയം തെറ്റിയാണ് തുടങ്ങിയതെങ്കിലും വേദിയിൽ ആദ്യ ടീം പ്രവേശിച്ചതോടെ കാണികളുടെ ആവേശം ഉച്ചസ്ഥായിലായി. ഓരോ ടീമിന്റെയും ഊഴമെടുത്തപ്പോൾ തന്നെ കൂട്ടുകാർ കൈയടിച്ചും ആരവമുയർത്തിയും പ്രോത്സാഹിപ്പിച്ചു. കൈകൊട്ടിപ്പാട്ടും താളത്തിലുള്ള ഏകോപനവും വരികളിലെ ഈണവും സദസ്സിനെ പിടിച്ചിരുത്തി. താളത്തിലെ കൃത്യതയും അംഗചലനങ്ങളിലെ ഏകോപനവും വിധികർത്താക്കളും പ്രശംസിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിന്റെ മത്സരത്തിൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കേച്ചേരി അല്ലമീൻ സ്കൂളും ജില്ലാതല മത്സരത്തിനുള്ള അർഹത നേടി. മണ്ണിലി മോദമായി കിനാക്കൾ തേടുമോ, മറ്റു വാർത്തകളിലേക്ക്. ഗജവീരൻ വലിയപുരക്കൽ സൂര്യൻ ചെരിഞ്ഞു. പലവിധ അസുഖങ്ങളാൽ ആന കുറച്ച് ദിവസങ്ങളായി ക്ഷീണിതനായിരുന്നു. കൂട്ടുപാതയിലെ ആനത്താറയിൽ വെച്ച് ബുധനാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് ചെരിഞ്ഞത്. 70 വയസ്സോളം പ്രായമുണ്ട്. കുന്നംകുളം കിഴൂർ വലിയപുരക്കൽ തറവാട്ടിലുണ്ടായിരുന്ന 3ാമത്തെ ആനയാണ് ചെരിഞ്ഞത്. വലിയപുരക്കൽ ആര്യനന്ദൻ 7 മാസം മുമ്പ് ചരിഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വലിയപുരക്കൽ ധ്രുവൻ എന്ന ആന കുറുക്കൻപാറയിലെ കിണറ്റിൽ വീണ് ദാരുണമായി മരണപ്പെട്ടിരുന്നു. മേഖലയിലെ എല്ലാ ഉത്സവങ്ങളിലെയും
നിറസാന്നിധ്യമായിരുന്നു വലിയപുരക്കൽ സൂര്യൻ. ചൊവ്വന്നൂർ പഞ്ചായത്ത് BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. BJP കുന്നംകുളം മണ്ഡലം ഓഫീസിൽ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് പ്രഖ്യാപനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ജനറൽ സെക്രട്ടറിമാരായ സുമേഷ് കളരിക്കൽ, മഹേഷ് തിരുത്തിക്കാട്, ട്രഷറർ വിഗീഷ് അപ്പൂസ്, നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് MV ഉല്ലാസ്, സംസ്ഥാന കൗൺസിൽ അംഗം ചന്ദ്രശേഖരൻ പുതുശ്ശേരി, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. കഴിഞ്ഞ തവണ 3 സീറ്റിൽ BJP വിജയിച്ചിരുന്നു. വാർഡ് 1 മാഞ്ചേരി VS സുധ, 3 വെള്ളിത്തിരുത്തി ഷീബ ശശി, 7 പഴുന്നാന വെസ്റ്റ് രമ്യ സതീഷ്, 8 പുതുശ്ശേരി MM മിഥുൻ, 9 പുതുശ്ശേരി നോർത്ത് നീതു ബിജേഷ്, 10 കാണിപ്പയ്യൂർ CS ജിനേഷ്, 11 മാന്തോപ്പ് വിനീത ഷിബി, 1 കവണം ചിറ്റൂർ ഷൈനി ശരത്, 13 പന്തല്ലൂർ ശരത് കുമാർ എന്നിവരെയാണ് ആദ്യഘട്ട പട്ടികയിലൂടെ പ്രഖ്യാപിച്ചത്. BJP വേലൂർ പഞ്ചായത്ത് 1ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ വേലൂർ കാര്യങ്ങൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. സനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, പഞ്ചായത്ത് ഇൻചാർജും ജില്ലാ സെക്രട്ടറിയുമായ സുഭാഷ് ആദൂർ, ജില്ലാ സെക്രട്ടറി ഷിനി സുനിലൻ, വാർഡ് മെമ്പർ രേഷ്മ സുധീഷ്, കർഷക മോർച്ച സംസ്ഥാന സമിതി അംഗം ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി ജയ വിനോദ് എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ SC മോർച്ച ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ സ്ഥാനാർത്ഥികൾക്ക് വികസിത കേരളം സത്യപ്രതിജ്ഞ വായിച്ചു നൽകി. സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം അശോകൻ മമ്പറമ്പിൽ നന്ദിയും പറഞ്ഞു. ലോക റെക്കോർഡുകളുടെ കളിത്തോടൻ ഗിന്നസ് സത്താർ അദൂർ എരുമപ്പെട്ടിയിൽ നടക്കുന്ന കുന്നംകുളം ഉപജില്ലാ കലോത്സവ വേദികൾ സന്ദർശിച്ചു. വ്യത്യസ്തമായ 3137 പുസ്തകങ്ങൾ രചിച്ചാണ് സത്താർ അദൂർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അദ്ദേഹം നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ കഴിയുന്ന കുഞ്ഞു പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയാണ്. കഴിഞ്ഞ വർഷം ആരംഭിച്ച ആദിവാസി ഗോത്രകലകളായ മംഗലം കളി, പണിയനൃത്തം, ഇരുളനൃത്തം എന്നിവയുടെ മനോഹാരിതയും അവ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഗിന്നസ് സത്താർ അദൂർ വിലയിരുത്തി. കലോത്സവങ്ങൾ ഉത്സവ നഗരി പോലെയാണെന്നും അധ്യാപകരോടും രക്ഷിതാക്കളോടുമൊപ്പം രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും ഒത്തൊരുമിച്ചാൽ അതിനെ വർണ്ണാഭമാക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഉദാഹരണമാണ് എരുമപ്പെട്ടിയെന്നും ഗിന്നസ് സത്താർ അദൂർ പറഞ്ഞു. വ്യത്യസ്തമായ 3137 പുസ്തകങ്ങൾ രചിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ലോക റെക്കോർഡുകളുടെ കളിത്തോടൻ കൂടിയായ നമ്മുടെ ഗിന്നസ് സത്താർ ആദൂർ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന് കലോത്സവ വേദിയെക്കുറിച്ച് എന്താണ്, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്, എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായ കൂടിയായ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന്. വർഷങ്ങൾക്ക് ശേഷം എരുമപ്പെട്ടി സ്കൂളിലെ കലോത്സവം, ഉപജില്ലാ കലോത്സവം എത്തുന്നത് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ 92 കാലഘട്ടത്തിലാണ് സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിലും 94, 95, 96 വർഷങ്ങളിൽ എരുമപ്പെട്ടി സ്കൂളിൽ ഒരുപാട് നാടകങ്ങൾ, കുട്ടികൾക്കുള്ള നാടകങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. ഒപ്പം തന്നെ ഈ ടാബ്ലോ, അങ്ങനെ കുറെ മത്സരങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞതിൻ്റെ ഓർമ്മകൾ എനിക്ക് വരികയാണ്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് മംഗലം കളിയാണ്. എനിക്ക് ഒരിക്കൽ ആദിവാസി ഊരിലെ അവരുടെ ഊരിൻ്റെ മഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഗസ്റ്റായി പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ അന്ന് അവിടെ കണ്ടിരുന്ന ആ ഒരു തനിമ കൃത്യമായിട്ട് അത് പകർത്തിയിട്ട് കൃത്യമായ രീതിയിൽ അത് നമ്മുടെ മക്കൾ ഇവിടെ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. ഇനി കലോത്സവ വേദികളെ കുറിച്ച് താങ്കളുടെ സ്കൂൾ കൂടിയാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വളരെ നല്ല രീതിയിൽ അടുക്കും ചിട്ടയോടുകൂടി സ്കൂളിലെ കുട്ടികൾ, അതുപോലെ തന്നെ PTA മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, ബന്ധപ്പെട്ട എല്ലാവരും അവരുടെ ഒരു സ്വന്തം വീട്ടിൽ നടക്കുന്ന ഒരു മഹനീയമായ കർമ്മം എന്നുള്ള രീതിയിൽ വളരെ അച്ചടക്കത്തോടു കൂടി നല്ല മനോഹരമായിട്ടാണ് ഇതിവിടെ സംവിധാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ളവർക്ക് എല്ലാ അർത്ഥത്തിലും അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു മഹോത്സവമാക്കി ഇതിനെ മാറ്റാൻ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാം ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CCTVക്ക് വേണ്ടി ഗിന്നസ് സത്താർ ആദൂർ അദ്ദേഹത്തിന്റെ കലോത്സവ ഓർമ്മകൾ നമ്മളോട് പങ്കുവച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ RP ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപകനായിരുന്ന RP മൊയ്തുട്ടി ഹാജിയുടെ 20ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ബ്രെയിൻസ് 2025 സംസ്ഥാനതല ക്വിസ് മത്സരം നടത്തി. മലപ്പുറം മാറാക്കര VVMHS സ്കൂളിലെ പ്രബിൻ പ്രകാശ് 1ാം സ്ഥാനം നേടി. ഇടുക്കി അട്ടപ്പള്ളം സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ മഹാലക്ഷ്മി 2ാം സ്ഥാനവും
എറണാകുളം തൃക്കാക്കര കാർഡിനൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ആദിത് 3ാം സ്ഥാനവും നേടി. സമാപന വേദിയിൽ വെച്ച് ചാവക്കാട് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ബാസിത്ത് വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും നൽകി. സ്കൂൾ മാനേജർ RP ബഷീർ യോഗം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് VA നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ V സജിത്ത്, വൈസ് പ്രിൻസിപ്പൽ ജോഷി ജോർജ്, തൃശൂർ സെന്റ് അലോഷ്യസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ജൈൻ തേരാട്ടിൽ എന്നിവർ സംസാരിച്ചു. VHSC പ്രിൻസിപ്പൽ ഷീൻ സ്വാഗതവും പ്രിൻസ് കൺവീനർ PK സിറാജുദ്ദീൻ നന്ദിയും പറഞ്ഞു. ചാവക്കാട് കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നവംബർ 17 തിങ്കളാഴ്ച ഗുരുവായൂരിൽ സാന്ത്വന സന്ധ്യ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4:30 പടിഞ്ഞാറേ നടയിൽ കൃഷ്ണപിള്ള സ്ക്വയറിൽ നടക്കുന്ന വാർഷികാഘോഷം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മെഹ്ഫിൽ സന്ധ്യയും നടക്കും. കഴിഞ്ഞ 16 വർഷത്തിനിടയിൽ 500-ലധികം വൃക്കരോഗികൾക്കായി 75,000-ഓളം ഡയാലിസിസ് സഹായം നൽകാനായെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് ജമാൽ താമരത്ത്, സെക്രട്ടറി PM അബ്ദുൾ ഹബീബ്, ഹക്കീം ഇംബാർക്ക്, CM ജനീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി പെരുമ്പിലാവ് 15ാം വാർഡ് അംബേദ്കർ നഗർ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ശോചനീയാവസ്ഥയിലുള്ള റോഡിൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് മൂലം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. റോഡിലെ വെള്ളക്കെട്ടിന് 5 വർഷമായിട്ടും ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയാത്തതിൽ നാട്ടുകാരിൽ കടുത്ത പ്രതിഷേധമുണ്ട്. റോഡിലെ വെള്ളക്കെട്ടിൽ വഞ്ചിയിറക്കിയും വലയെറിഞ്ഞും മുമ്പ് വെൽഫെയർ പാർട്ടി പ്രതിഷേധിച്ചിരുന്നു. മഴയൊഴിഞ്ഞ ആശ്വാസത്തിലിരിക്കെയാണ് കുടിവെള്ള പൈപ്പ് തകർന്ന് വീണ്ടും കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത്. പൊട്ടിയ കുടിവെള്ള പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി മേഖലയിൽ ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ MN സലാഹുദ്ദീൻ, MA കമറുദ്ദീൻ, ഷബീർ ഹസൻ, മൊയ്തീൻ ബാവ, CM ഷെരീഫ് എന്നിവർ സംസാരിച്ചു. യുവജന കലാവേദി ജനകീയ വായനശാല കുട്ടഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ ഈ മനോഹര തീരത്ത് എന്ന പേരിൽ വയലാർ അനുസ്മരണം നടത്തി. സോമൻ കളരിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രതീഷ്, അനശ്വര എന്നിവർ മുഖ്യാതിഥികളായി. വായനശാല രക്ഷാധികാരി ബിനോജ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. വയലാറിന്റെ പാട്ടുകളുടെയും കവിതകളുടെയും അവതരണവും ചർച്ചയും നടന്നു. വായനശാല സെക്രട്ടറി വിമലേഷ് കുമാർ സ്വാഗതവും ഭഗത് ചന്ദ്ര നന്ദിയും പറഞ്ഞു. അക്കിക്കാവ് മാർ ഒസ്താത്തിയോസ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിലെ 2024-26 വർഷത്തെ ബാച്ചിന്റെ സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. കോളേജ് ഗ്രൗണ്ടിൽ നടന്ന സ്പോർട്സ് ഡേ തവനൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ VV സീജ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PI വർഗീസ് അധ്യക്ഷത വഹിച്ചു. കോളേജ് ചെയർമാൻ ജെറി ജോൺ, അധ്യാപകൻ ബെഞ്ചമിൻ C ഇട്ടൂപ്പ്, ജനറൽ സെക്രട്ടറി മൃദുല തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്പോർട്സിന് കോളേജ് കായികാധ്യാപകൻ ആനന്ദ്, ജനറൽ ക്യാപ്റ്റൻ ദീപക് മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ തരം കായിക മത്സരങ്ങൾ അരങ്ങേറി. അറിയിപ്പ്: പാവറട്ടി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്രധാന പമ്പിംഗ് ലൈൻ ഒറ്റപ്പിലാവ് പൊതിയഞ്ചേരി അമ്പലത്തിന് സമീപം പൊട്ടിയതിനാൽ കടവലൂർ, കാട്ടകമ്പാൽ, പോർക്കുളം, വടക്കേക്കാട്, പുന്നയൂർ, പുന്നയൂർക്കുളം എന്നീ പഞ്ചായത്തുകളിൽ പൂർണ്ണമായും, കുന്നംകുളം നഗരസഭാ പ്രദേശങ്ങളിൽ ഭാഗികമായും വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടുന്നതായിരിക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,715 രൂപ, പവന് 93,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 172 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.